ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. അടിച്ചു പൊളിച്ചല്ലേ? ഒരു ലേഡി മീൻസ് അവർക്ക് എത്ര സ്വർണത്തില് എത്ര ക്രേസിന് ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റിയത്. വളരെ ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രശ്നമില്ല, വളരെ കൂളായിട്ട് അവിടെ ചെന്നിട്ട് ഓൾറെഡി ടാസ്ക് പറഞ്ഞ ശേഷം ബബിത കൺഫേം ചെയ്തു എനിക്ക് ഈ നെക്ലസ് ഒരു സെറ്റ് വേണം. അത് വാല്യൂബിൾ ആണോ, വാല്യൂബിൾ ഇൻ ദ സെൻസസ് ഓഫ് നമ്മളുടെ ഫാമിലിയിൽ അത് ഡോട്ടർക്ക് യൂസ് ചെയ്യാമോ അങ്ങനെല്ലാം ചിന്തിക്കില്ല. നോ, സെൽഫിഷ് ആണ് അവിടെ ഞാൻ കണ്ടത്. എനിക്ക് മാത്രം സ്വർണ്ണം യൂസ് ചെയ്യാൻ ഞാനേ ഉള്ളൂ. അതാ പറയുന്നേ, എനിക്ക് മാത്രമേ. ആ രീതിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അവിടെ ചെന്നിട്ട് നെക്ലസ് ഒരു സെറ്റ് അതാ വേണം. പിന്നെ അവിടെ ചെന്നിട്ട് അവരെ നമ്മളുടെ മലബാർ ഗോൾ അവരെ നല്ല പണി കൊടുത്തല്ലേ അവർക്ക്. ഇത് വേണ്ട അത് വേണ്ട, അയ്യോ ഇത് മാച്ചിങ് അല്ല, കൊള്ളില്ല. അല്ല, നമ്മൾ എടുക്കുമ്പോ ചൂസ് ചെയ്യായിട്ട് അതാ വളരെ ചൂസ് ചെയ്യാ, അത് കറക്റ്റാ. ബിക്കോസ് നമ്മൾ ഫീമെയിൽ ഒരു സാധനം ഈവൻ സാരീസ് എടുത്താലും കൂടെ നമുക്ക് ഒരുപാട് സമയം. പക്ഷെ ഇവിടെ ടാസ്കില് 10 minutes അതിലെയും ചൂസ് ചെയ്യായിട്ട് ഇല്ല, ഇത് ചേരില്ല, ഇത് മാച്ചിങ് അല്ല, നമുക്ക് വേറെ നോക്കാം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആ സെറ്റിൽ തന്നെ നോർമലി നമ്മൾ മേടിക്കാൻ പോന്ന ശേഷം സെറ്റിൽ വെച്ച കമ്മലാണ് അവർ കൊടുക്കുന്നത്. വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് വേറെ സെറ്റിലിരുന്ന് വേറെ മാച്ചിങ് കമ്മൽ വേറെങ്കിലും കണ്ടാൽ അത് നമുക്ക് വെച്ച് ചെയ്യാൻ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചില ഷോപ്സിലേക്ക് പോയാൽ അവർ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ അവരെ കൺവിൻസ് ചെയ്ത് എനിക്ക് ഇതന്നെ വേണം. അത് മാത്രമല്ല പണിക്കൂലി, ഇത്ര ഗ്രാംസില് ഡിസ്കൗണ്ട്സ്. അതും ഞാൻ ഇവിടെ ഡയമണ്ട് മൂക്കത്തിയാണ് മേടിച്ചത്, അതുകൊണ്ട് ഡിസ്കൗണ്ട്സ്. പിന്നെ അത് മാത്രമല്ല ഫുൾ സാറ്റിസ്ഫൈഡും ഇല്ല. അതെല്ലാം എടുത്തിട്ട് പിന്നെ പുള്ളി ഭയങ്കര കാൽക്കുലേഷനിൽ ചെയ്തും ശരി 1,07,000 അത് പോരാ ബബിതാക്ക്. നോ നോ നോ, ഞാൻ മെയിൻ ആള്, നിങ്ങളുടെ മെയിൻ ആളെ ഞാൻ കണ്ട് ഞാൻ ഡിസ്കൗണ്ട് എങ്ങനെയത് മേടിക്കും. വാവ്, അത് അബ്സല്യൂട്ട്ലി എനിക്ക് അത് കണ്ടപ്പോൾ അംശം എല്ലാവരും വീട്ടിലെ എല്ലാ പ്രേക്ഷകരും അത് വളരെ ഇഷ്ടപ്പെടും. ബിക്കോസ് അങ്ങനെ ഒരു വുമൻ എങ്ങനെ പവർഫുൾ ആണ്. നമ്മൾ ചിലപ്പം നമ്മളുടെ ഫിസിക്കൽ ലൈക്ക് സേ ബബിത പോലെ ഒരു വളരെ ടിമിഡായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനകത്ത് ഇങ്ങനെയും ഉണ്ട്. അത് വെരി ഡിഫിക്കൽട്ടാണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു വുമന്. വെരി നൈസ് ബബിത, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേച്ചി. ബബിത, ബബിതനെ കാണുമ്പോ എപ്പോഴും എനിക്ക് മോനിഷനെയാണ് ഓർമ്മ വരുന്നത്. ആ മുടി കാണുമ്പോ ആ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് ഇപ്പോഴും എന്റെ ഇഷ്ടപ്പെട്ട നടിയാണ് മോനിഷ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു. എനിവേസ്, അപ്പം നമുക്ക് ടാസ്കിനെ കുറിച്ച് പറയാം. സത്യം പറയാം, അടുത്ത ദിവസം പോയി 1,00,000 രൂപ കൊടുത്തത് മേടിച്ചോ? ഇല്ല. എനിക്കത് ആ ടാസ്കിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി അടുത്ത ദിവസം തന്നെ ഞാൻ വന്നത് മേടിച്ചിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. കൃഷ്ണകുമാരേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക്? ഓരോരുത്തരുടെയും ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവരവരുടെ സ്ട്രെങ്ത് ഉള്ള ഏരിയയിൽ വരുമ്പോൾ അങ്ങോട്ട് ഷൈൻ ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബബിതയുടെ നമ്മുടെ യമ്മി മമ്മി കൊടുത്തപ്പോൾ ഒന്ന് ചമ്മി മമ്മി ആയിപ്പോയി. പക്ഷെ അവിടെ നിന്നൊരു തിരിച്ചുവരവ് ഇന്ന് നടത്തിക്കളഞ്ഞു. ജുവലറോട്ട് കയറി. കാരണം ആ പൊതുപ്രവർത്തന രംഗം നമ്മുടെ ബ്ലോക്ക് മെമ്പറിന്റെ സാധനം അകത്തുനിന്ന് വെളിയിലോട്ട് വന്നു. കാരണം അവിടെ വന്നപ്പോഴത്തേക്ക് 4 പേരെ കണ്ടപ്പോഴാണ് എനർജി വന്നത്. ആഹാ, എനിക്ക് എങ്ങനെയാണ് സ്വർണ്ണം വാങ്ങിക്കാന്ന് കാണിച്ചുതരാം. ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ തന്നെ. ഡിസ്കൗണ്ടോ? അപ്പം മറ്റേ പവർ വെളി വരികയാണ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇവിടെ ഉടനെ അകത്ത് കയറുന്നു, അവിടെ ചെല്ലുന്നു, ഒരു പതർച്ചയില്ല. അത് വാങ്ങിച്ച് ആ കാര്യത്തിൽ അത് മാത്രമല്ല, ആ ചെയിൻ്റെ കൂടെ കമ്മലുണ്ടായിരുന്നു, അതുപോരാ, എനിക്ക് ഇന്നത് തന്നെ വേണം. അവിടെ എല്ലാ കാര്യത്തിലും നമ്മുടെ സ്ട്രെങ്ത് ബബിത എടുത്തങ്ങ് കാണിച്ചു. അതിമനോഹരമായിട്ട് സാധനവും വാങ്ങിച്ച് വെളിയിലിറങ്ങി. ഇറ്റ് വാസ് നൈസ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഗീതാഞ്ജലി മാം, എങ്ങനെ ഉണ്ടായിരുന്നു? ബബിത പറയൂ, എപ്പോഴും പോലത്തെ ഒരു ബിഹേവിയർ തന്നെ ആയിരുന്നോ കടയ്ക്കകത്തും? ഇല്ല പ്രത്യേകിച്ച് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എപ്പോഴും ഇതുപോലെ തന്നെയാണോ? എവിടെ കടയിൽ ചെല്ലുമ്പോഴോ? കടയിലോ പുറത്തും? കടയിലും പുറത്തും ഒക്കെ ഞാൻ കൂടുതലും ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ജുവലറി ഷോപ്പില് യു ഷൈൻഡ്. താങ്ക് യു സോ മച്ച് മാം. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക് ബബിതയുടെ? നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു.
10-ൽ ജ്യൂസ് കുടിക്കുന്ന പോലെ അല്ല, 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? ഇനി ഞാൻ മാർക്ക് കൊടുക്കുന്നില്ല. ഒരു പ്രാവശ്യം കൊടുത്ത് കേണിയിൽ പെട്ടു അല്ലേ? ഇനി ഞാൻ മാർക്ക് കൊടുക്കില്ല അല്ലേ? ഇല്ല. ഇല്ല. എന്നാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം മാർക്ക് എത്രയാണ്. കൃഷ്ണ മൊറാട്ട എത്രയാണ് ഔട്ട് ഓഫ് 40? നല്ലൊരു പെർഫോമൻസ്. കഴിഞ്ഞതിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇതിനകത്ത് നമുക്ക് പരിഹരിച്ചു കൊടുക്കണം. ഐ ആം ഗിവിംഗ് 37. 37 out of 40. Nice score. Very nice. Geetanjali ma'am? 38 marks. 38 out of 40. Very nice. പിന്നെ രഞ്ജിനി ചേച്ചി എടുത്ത് ചോദിക്കാം അല്ലേ? ചോദിക്കാം. രഞ്ജിനി ചേച്ചി എത്ര ഏകദേശം? എനി ഐഡിയ എത്ര ഉണ്ടാവും മാർക്സ്? 20. കേട്ടില്ല. അതിമോഹമാണ് ബബിത മോളെ. കേട്ടില്ല, എന്റെ ചെവിയിൽ ഏതോ പ്രശ്നം തോന്നുന്നു, കേട്ടില്ല. അല്ല, അതിമോഹമാണ്. 20 എന്നൊക്കെയാ പറയുന്നത്. എന്തോ പ്രശ്നമുണ്ടോ? ഞാൻ കേട്ടതിന് കുഴപ്പമാണോ നീ? അല്ലല്ല, ഡിസ്കൗണ്ട് വല്ലതും കാണുന്നു വിചാരിച്ച് മുൻകൂട്ടി ഇട്ടതാ. അല്ല, മാർക്കിൽ ഡിസ്കൗണ്ട്. അത് ഡിസ്കൗണ്ട് വരാതിരിക്കാൻ 20 ഇട്ട് അതിൽ നിന്ന് എത്ര ഡിസ്കൗണ്ട് വരും അത് നോക്കിയത്. അതെ. അതാണ് ഡിസ്കൗണ്ട് വല്ലതും വന്നാലോ എന്നുള്ള പേടി കാരണം. മാർക്സ് 20. കണ്ണടച്ച് പറയാ. ആയിക്കോട്ടെ. താങ്ക് യു ചേച്ചി, താങ്ക് യു. 20 out of 20. So overall score 95 out of 100. Well done. അപ്പൊ ആദ്യത്തെ ടാസ്കിന്റെ പോരായ്മകളെല്ലാം രണ്ടാമത്തെ ടാസ്കിൽ നമ്മൾ അല്ലേ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ടാസ്ക് ഇതിലും ബെറ്റർ ആക്കി ചെയ്യാ. അത് 100 മേടിക്കാൻ നോക്കുക അല്ലേ? തീർച്ചയായും. അപ്പം ഇനി അടുത്ത ടാസ്കിൽ കാണാം. Till then, thank you. Malabar Gold and Diamonds Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Management-ന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ അനിത റോയുടെയും ബബിതയുടെയും 2 ടാസ്കുകളാണ് കണ്ടത്. അടുത്ത എപ്പിസോഡിൽ മറ്റ് 2 കണ്ടസ്റ്റൻസിന്റെ മറ്റ് 2 ടാസ്കുകളുമായി നമ്മൾ തിരിച്ചെത്തും. Till then, it's me, Anuja Krishnan, signing off. Costume courtesy Krishnakumar, Nas Lifestyle, Pulimur Junction, Trivandrum. Ranjini and Anuja's jewelry courtesy Malabar Gold and Diamonds, Paramangadi, Trivandrum. Radio partner 92.7 Big FM. സ്റ്റാറിന്റെ വൈഫാണല്ലേ, എനിക്കറിയില്ലായിരുന്നു. എന്താണ് ചേച്ചി ഏകദേശം ഉദ്ദേശിക്കുന്നത്? ഞാനൊരു പൂരി അതിനുള്ള കറി. ദാറ്റ് ഈസ് വെരി ഗുഡ്. ഒരു ഫുൾ മീൽ കഴിച്ചു നോക്കുമ്പോഴേ അതിന്റെ ഒരു അറിയാൻ പറ്റുള്ളൂ. കത്തി എടുത്ത് വെച്ച് പൂരി എടുക്കുന്നൊക്കെ ഉണ്ട്. എന്താണ് ഈ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ പണി ഞാനിങ്ങനെ ഇരുന്ന് കഴിച്ചു പോകട്ടോ. ശാലിനിക്കുട്ടിയെ ഒന്ന് മാനേജ് ചെയ്തെടുക്കുന്നത് ഒരു വലിയ ചാലഞ്ചാണ്. അമ്മ എന്റെ മുന്നിൽ ഓടിക്കളഞ്ഞു. അതാണ് അമ്മ ഓടി രക്ഷപ്പെട്ടതാണ്. നിങ്ങളൊക്കെ സ്പോർട്സിലുണ്ടായിരുന്നോ? ചേച്ചി പോയി പണിയെടുക്കും. അടി അമ്മേനെ വിട്ടല്ല, അമ്മേനെ വിട്ടതല്ല. അവിടെ അമ്മ അവിടെ പോയി സംസാരിക്കാനാ ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിലായി അല്ലേ എന്തൊക്കെ മിസ്റ്റേക്സ് ഞാൻ ചെയ്തു. മനസ്സിലായി. സാറിന് ധൃതി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഒരു ഇൻഡിവിജ്വാലിറ്റിയും ക്രിയേറ്റിവിറ്റിയോട് കൂടി തന്നെ പല ടാസ്കുകളും ഇനി ചെയ്യുന്നത് കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു.